അപ്പോൾ ചങ്ങന്മാരെ, നമ്മൾ ഇത്രയും കാലം ബാറ്ററി പോരാൻ ചെയ്തത് JCID വെച്ചിട്ടായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ പുതിയ ടൂൾ വന്നിട്ടുണ്ട്, JCIDൻ്റെ Q1 എന്ന ടൂള്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ടാഗ് ഓൺ ഇല്ലാതെ ബാറ്ററി നമുക്ക് പോരാൻ ചെയ്യാം. മറ്റേ ബാറ്ററി ടാഗ് ഓൺ വെച്ചിട്ടാണ് ബാറ്ററി നമ്മൾ ഹെൽത്ത് പോരാൻ ചെയ്തത്. ഇതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടാഗ് ഓൺ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ബാറ്ററി ഡയറക്റ്റ് കണ്ടെത്തിയിട്ട് പോരാൻ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് ടാഗ് ഓൺ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. മാർക്കറ്റിൽ നമുക്ക് ടാഗ് ഓൺ ഒറിജിനലും കോപ്പി ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചപ്പോൾ ചിലത് വർക്കും ചിലത് വർക്കാവില്ല, ചിലത് സീറോ റിമൈനിങ്, അങ്ങനെ പല പ്രശ്നം വരും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല. പക്ഷെ നമുക്കിത് ചെയ്യാൻ മറ്റുള്ള ഡിവൈസ് പെട്ടെന്ന് ചെയ്യുന്ന പോലെ അല്ല. ഇതിന് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്കെന്താ വെച്ചാൽ നമുക്ക് ഇതിൽ ഇങ്ങനെ സ്ട്രിപ്പ് വരുന്നുണ്ട്. ആ സ്ട്രിപ്പ് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ബാറ്ററി ഫോണിൽ കണക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ബാറ്ററി ഇതേപോലെ കണക്ട് ചെയ്യാം. അപ്പോൾ സ്ട്രിപ്പ് നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഫോണിൽ കണക്ട് ചെയ്യാം. ബാറ്ററി ഇങ്ങനെ കണക്ട് ചെയ്യാം. ബാറ്ററി കണക്ട് ചെയ്താലുള്ളൂ ഫോൺ ഓൺ ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബാറ്ററിൻ്റെ ഹെൽത്ത് 90 കാണിക്കും. നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, ബാറ്ററിൻ്റെ ഹെൽത്ത് ഞാൻ ഇവിടെ 90 ആക്കി, സൈക്കിൾ 120 ആക്കി. നമുക്ക് താഴത്തെ ബട്ടൺ ആക്കി കഴിഞ്ഞാൽ എന്താവും, അത് പോരാൻ പോകും. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ സെറ്റ് ഓഫ് ആവും. പറഞ്ഞില്ല, സെറ്റ് ഓഫ് ആയിട്ടുണ്ട്. ഓഫായി കഴിഞ്ഞാൽ നമ്മൾ USB കണക്ട് ചെയ്യുക. ചാർജിങ് ഇട്ടിട്ട് USB കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താവും, സെറ്റ് ഓണായി വരും. ഈ ഓണായി വരുന്ന സമയത്ത് ഫോണിൻ്റെ സെറ്റിങ്സിൽ ഇപ്പോൾ നേരത്തെ ഹെൽത്ത് 90 കണ്ടല്ലോ, ആ ഭാഗത്ത് അൺനോൺ പാട്ട് കാണിക്കും, ബാറ്ററി അൺനോൺ പാട്ട് കാണിക്കും. അവിടെ നമുക്ക് ബാറ്ററിൻ്റെ ഹെൽത്ത് ഷോ ആവില്ല. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അണ്ണോൺ പാട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാലുണ്ടോ, ഇമ്പോർട്ടൻ്റ് ബാറ്ററി ഹെൽത്ത് അവിടെ അണ്ണോൺ പാട്ട് ഉണ്ടോ, ഓക്കെ കൊടുത്തു ഉണ്ടോ, അണ്ണോൺ പാട്ട് ബാറ്ററിയുടെ ഹെൽത്ത് ഉണ്ട് മൈനസ് എടുക്കാൻ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വോളിയം USB റിമൂവ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യാം, വോളിയം അപ്പ് ഡൗണ് പവർ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ ഓപ്ഷൻ വരും. സ്വിച്ച് ഓഫ് ചെയ്യാം, ഷട്ട് ഡൗൺ ചെയ്യാം. ഷട്ട് ഡൗൺ ചെയ്ത് ഒരു 5 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം USB വീണ്ടും കണക്ട് ചെയ്യാം. USB കണക്ട് ആകുമ്പോൾ സെറ്റ് ഓണായി വരും. ഓണായി വരുമ്പോൾ നമുക്ക് അണ്ണോൺ പാട്ട് അവിടെ ഒഴിവാകും. അണ്ണോൺ പാട്ട് ഒഴിവായി കഴിഞ്ഞാൽ ബാറ്ററിൻ്റെ ഹെൽത്ത് അവിടെ വരും. അതെങ്ങനെ വെച്ചാൽ സോഫ്റ്റ്വെയർ 17.4 അടിയത്തതാണെങ്കിൽ അവിടെ ബാറ്ററി ഹെൽത്ത് ഫിക്സ് ആവും. അതെല്ലാം ഫോണ് 17.4 സോഫ്റ്റ്വെയർ ചെയ്ത ഫോണുകളാണെങ്കിൽ സോഫ്റ്റ്വെയറിൽ നിർബന്ധമാണ്. ഇപ്പോൾ ഇവിടെ 90 കാണിക്കുന്നത്. ഇത് ബാറ്ററി ഹെൽത്ത് 3 ടൂൾസിൽ ഓക്കെ ആയിട്ടുണ്ട്, പക്ഷേ സെറ്റിങ്സ് ഓക്കെ അല്ല. സോഫ്റ്റ്വെയർ 17.4.1 കാണിക്കുന്നത്. അപ്പോൾ ഒന്നും ഇവിടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ സിസ്റ്റത്തിൽ USB കണക്ട് ചെയ്തു. നമുക്കിവിടെ 3 ടൂൾസ് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലേ, അവിടെ സെറ്റിങ്സിൽ 90 ബാറ്ററി കാണിക്കുന്നത്, 3 ടൂൾസിൽ 97 കാണിക്കുന്നുണ്ട്, ചാർജിങ് ടൈം 120 കാണിക്കുന്നുണ്ട്. സിസ്റ്റത്തിൽ ഓക്കെയാണ്, പക്ഷേ സെറ്റിങ്സിൽ ഓക്കെ ആവുന്നില്ല. അപ്പോൾ ഇങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഈസി ഫ്ലാഷ് എടുക്കുക. ഫയൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ക്വിക്ക് ഫ്ലാഷ് കൊടുക്കുക. ഇതിൻ്റെ ഫ്ലാഷ് കൊടുക്കുക. അപ്പോൾ അവിടെ ഫിക്സ് ബാറ്ററി ഹെൽത്ത് ഓപ്ഷൻ വരും. അവിടെ ടിക്കറ്റ് കൊടുക്കുക, എന്നിട്ട് ഫ്ലാഷ് ചെയ്യുക. ഇങ്ങനെ ഫ്ലാഷിങ് എന്താവും, ഇങ്ങനെ ഫ്ലാഷിങ് സമയത്ത് എന്തെങ്കിലും എററുകൾ വരാൻ പാടില്ല. അപ്പോൾ നമ്മളൊന്ന് മെയിനിൽ ഫോക്കസ് ചെയ്യണം. അതിൻ്റെ ശേഷം ഫ്ലാഷ് കംപ്ലീറ്റായി ഇങ്ങനെ വരും. കൺവേർഷൻ എന്താ, ക്ലീൻ ഫ്ലാഷ് ആൻഡ് ഫിക്സിങ് ഓഫ് ദ ബാറ്ററി ഫിക്സ് കഴിഞ്ഞാൽ അതിനൊരു മെസ്സേജ് വരും. അത് ഓക്കെ കൊടുത്തതിന് ശേഷം സെറ്റ് ഇവിടെ ലോഡാവുമല്ലോ, നമുക്കവിടെ ലോഡായി വരുന്നുണ്ട്. ഈ ലോഡാവുന്ന സമയത്ത് നമുക്ക് വേറെ പ്രശ്നം കാണിക്കും. ഇതിൻ്റെ IMEI നമ്പർ മിസ്സാവുക. അതെനിക്കിതിന് മുമ്പും വന്നിട്ടുണ്ടായിരുന്നു. അത് ഹാർഡ്വെയറിലോ ഒന്നുമല്ല, അത് റെഡി ആവും. അപ്പോൾ അവിടെ IMEI നമ്പറുടെ NA കാണിക്കുന്നത്. അത് ആ ലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ IMEI നമ്പർ ഓൺ ദ സ്പോട്ടിൽ വരുന്നതാണ്. അതിനുവേണ്ടി രണ്ടാമതിന് ഫ്ലാഷ് ചെയ്യാനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് IMEI മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ്വെയറിലോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ആ ലോഡിങ്ങിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതിനു മുമ്പ് എനിക്ക് 2-3 കേസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോണ് ആക്റ്റീവ് ചെയ്ത് ഇവിടെ നമുക്ക് കണ്ടില്ലേ, ഇത് ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സെറ്റിങ്സ് നോക്കാം കേട്ടോ.
ബാറ്ററി എടുത്തെടുത്തു. അവിടെ നമുക്ക് അല്ലേ 97 കാണിക്കുന്നുണ്ട്. ഇനി എന്തായാലും വെച്ചാൽ നമ്മൾ ഇട്ട ബാറ്ററി നമ്മൾ ഒന്നും പാടെ ഇവിടെ ചെക്ക് ചെയ്ത് കാണിച്ചു കേട്ടോ. അവിടെ നമുക്ക് 97 ബാറ്ററി എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു ബാറ്ററി നമുക്കിത് പെർമനൻ്റ് ആയിട്ടാണോ അതോ പെർമനൻ്റ് ആയിട്ടാണോ ഇത് ഹെൽത്ത് ഫിക്സ് ആയിക്കണില്ല എന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അത് നമ്മൾ JCയിൽ ചെക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ JCയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ പഴയ ഹെൽത്താണ് കാണിക്കുന്നത്. ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. കാരണം നമുക്ക് എക്സസൈസ് ഒക്കെ നമ്മൾ ചെയ്താൽ അത് പെർമനൻ്റ് ആണ്. പക്ഷെ നമുക്ക് 11 മേലക്ക് അത് പെർമനൻ്റ് ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടില്ല. കാരണം നമ്മൾ ടാഗ് ചെയ്യുന്നതും പെർമനൻ്റ് അല്ല. ഇപ്പോൾ പുതിയ ടൂൾ വന്നപ്പോഴും ഞാൻ വിചാരിച്ചത് പെർമനൻ്റ് ആണ്. മറ്റുള്ള കേസ് ടാഗ് ചെയ്യണമെന്നുള്ളൂ. പക്ഷേ ഇത് ടാഗ് ഇല്ലാതെ നമ്മൾ ബാറ്ററി പ്രോഗ്രാം ചെയ്യുന്നു. അത് 3D ടൂൾസിലും സെറ്റിങ്സിലും നമ്മളവിടെ ഒരേപോലെ ആക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇതിലില്ല. അപ്പം നമുക്കിത് പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല നമുക്കിതിൽ മനസ്സിലായി. മറ്റേ നമുക്ക് ടാഗ് നമുക്ക് മാർക്കറ്റിൽ 650-700 കൊടുത്ത് വാങ്ങണം. ഇതാകുമ്പോൾ അത് വാങ്ങേണ്ട ആവശ്യമില്ല. ഈ ടൂളിന് ഒരു 3000 രൂപയായിട്ട് വരുന്നുള്ളൂ. ഇപ്പോഴത്തെ റേറ്റ് വിചാരിച്ചപ്പോൾ റേറ്റ് കുറയാം. ഇനി ഇതേപോലെ സംബന്ധമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പുതിയ ടൂൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റിൽ അതിനെക്കുറിച്ചിട്ട് വിട്ടുന്നത്. അപ്പോൾ നമുക്ക് നമ്മളോട് കഴിയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞുതരാം, അതിനെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കി തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.